അദ്ദേഹത്തിൻ്റെ പറയാനായിട്ട് ആവശ്യപ്പെട്ടാണ്. പക്ഷേ വളരെ ഔപചാരികമായി എനിക്ക് കിട്ടിയൊരു ക്ഷണമാണിത്. അപ്പോൾ എന്തായാലും അതിനവസരം തന്ന ഇത് ഭാരവാഹികളോട് ആദ്യമായിട്ട് തന്നെ നന്ദി അറിയിക്കട്ടെ. അപ്പോൾ വിജ്ഞാനദീപം ഈ സമയത്ത് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു ഉൾക്കാഴ്ചയുടെ മുന്നിലാണ്. ഉൾക്കാഴ്ചയുള്ള ഒരു കൂട്ടം ജനത, അകക്കാഴ്ച ഉള്ള പുറംകാഴ്ചയില്ലാത്ത ഒരു സമൂഹത്തെ സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചിരിക്കുന്നു. സേവനം എന്ന ലക്ഷ്യം മുഖമുദ്രയാക്കി സഹജീവികളുടെ ദുഃഖത്തെ മനസ്സറിഞ്ഞ് ഹൃദയവാഹിച്ച് സഹായിക്കുന്ന ഒരു ജനതയുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് മഷിവെട്ടം. ഒരുപാട് വീക്ഷണങ്ങളുള്ള, ഒരുപാട് നല്ല ചിന്തകളുള്ള കുഞ്ഞുങ്ങളുടെ നാളെ കാലത്ത് പ്രതീക്ഷയുടെ ഒരു തുടക്കമാണിത്. സമൂഹ സേവനത്തിനുള്ള ഒരു ശരിക്കും ഒരു കവാടമാണ് പുണ്യവും VRC ഒക്കെ കൂടെ ഈ കുട്ടികൾക്ക് പകർന്നു കഴിഞ്ഞത്. വിജ്ഞാനദീപം കൂട്ടായ്മ ഇന്നിങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായിട്ട് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് പുണ്യം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അതിൻ്റെ ഓരോ പ്രവർത്തകരും പ്രേമമേടം ആയാലും സ്മിതമേടം ആയാലും ഒക്കെ നമ്മളോട് നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും അതിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ രാജ ടീച്ചറുമായിട്ട് നേരെ ടീച്ചർ പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിന് ഏറ്റവും മാതൃകയാകത്തക്ക രീതിയിലുള്ള ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരേ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് അവർക്ക് നന്മ വരുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇൻസ്പിറേറ്റീവായ രീതിയിൽ അവതരിപ്പിക്കാം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ടീച്ചറിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ടീച്ചറൊക്കെ എങ്ങനെ അമേരിക്കയിൽ എത്തിപ്പെട്ടെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും പെട്ടെന്ന് ടീച്ചർ അതിനോട് പ്രതികരിക്കും. അതിനൊരു കുട്ടിത്തോടുള്ളൊരു മനസ്സാണ് ടീച്ചറിൻ്റെത്. കാര്യം ഒരു ചെറിയ ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പൂമ്പാറ്റയെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചർ അതിനെ എങ്ങനെ സമീപിക്കുന്നു. ഇപ്പം അതിൻ്റെ ഒരു ശരിക്കും ഒരു കാഴ്ചപ്പാടിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. ഞങ്ങളൊരു മീറ്റിംഗ് കൂടി, ഞാനും ഷുഹൈബ് മാഷും ടീച്ചറുമായിട്ട് ഓൺലൈൻ മീറ്റിംഗാണ്. ടീച്ചറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചർ ഈ സംസാരിക്കുമ്പോൾ വളരെ വലിയ കാര്യങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുകയാണ്. വിജ്ഞാനദീപത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഈ മഷിവെട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചറിൻ്റെ വീട്ടിലെ ഏതാണ്ട് കുറേ ഏരിയയിലെ പുല്ല് പറിച്ചു കഴിഞ്ഞു. സത്യം ടീച്ചർ പറയുന്നത് ടീച്ചർ ആ സമയത്ത് പോലും ടീച്ചർ കർമ്മനിരതയാണ്. ടീച്ചർ പറയുന്നതിന് ഇത്രയും ഏരിയയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹെഡ്ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഈ സമയത്ത് ഞാൻ ഇത്രയും പുല്ല് പറിച്ചെന്ന് പറയുമ്പോൾ ആ സമയം പോലും എനിക്ക് വേസ്റ്റ് ചെയ്യാനില്ല. കാര്യം ടീച്ചറിൻ്റെ ഒരു നേരത്തെ ട്യൂഷൻ അത് ഒഴിവാക്കിയിട്ടാണ് ടീച്ചർ ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയം മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളോ ടീച്ചർ ഉപയോഗിക്കുന്നു. ഇതുപോലെ വീക്ഷണമുള്ള കുട്ടികളായിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റൊരു രീതിയിൽ അത് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു സമയം വേസ്റ്റായി പോകുന്നെന്ന് തോന്നുമ്പോൾ ആ സമയം ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിന് കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ചിന്തയ്ക്ക് കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വാർത്തെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്ന ഇത്തരം ചടങ്ങുകൾ എന്നും മാതൃകാപരം തന്നെയാണ്. പിന്നെ വിജ്ഞാനദീപത്തിന് വേണ്ടി പുണ്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷുഹൈബ് മാഷ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നാളെ കാലത്തെ പ്രതീക്ഷകളായിട്ടുള്ള ഈ ഓരോ കുഞ്ഞുങ്ങളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിജ്ഞാനദീപത്തിൻ്റെ ലിറ്റിൽ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾ, പിന്നെ നമ്മൾ പറയാതെ പോയൊരു കാര്യമുണ്ട്, വിപിൻ ജി പിള്ള മെമ്മോറിയൽ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതും രാജ ടീച്ചറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നടക്കുന്നത്. ടീച്ചറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ മരണപ്പെട്ടു. അപ്പോൾ ആ മകന് വേണ്ടി അവർ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് കാഴ്ചപരിമിതരായ 3 കുട്ടികൾക്ക് പ്രതിവർഷം നൽകി വരുന്നത്. അപ്പോൾ ആ ഒരു തുകയ്ക്കും അർഹരായ കുട്ടികളെ ഞാനിപ്പോൾ ശരിക്കും അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ സംഘടിപ്പിച്ച രാജേഷ് സാറിനും ബഹുമാനപ്പെട്ട ഫാദറിനും
അതുപോലെ തന്നെ അനുപമ മാഡത്തിനും മറ്റെല്ലാവരും ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. നിനക്കൊക്കെ അപ്പുറം ഒരുപാട് റിസ്ക് എടുത്ത് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഒരേ സമയത്തും ടീച്ചറിന് ടെൻഷനാണ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സമാപിക്കും, എങ്ങനെ സംഘടിപ്പിക്കുന്നതിനകത്തല്ല ഭംഗിയായിട്ട് നടക്കുമോ, മഴ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്രമാത്രം ഒരു പരിപാടി വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആ സമയത്ത് നമ്മുടെ മനസ്സിലെ നന്മ കൊണ്ട്, നമ്മുടെ കാരുണ്യം കൊണ്ട്, നമ്മുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് പ്രകൃതിയും ഈശ്വരനും മറ്റെല്ലാം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിഞ്ഞ് നിൽക്കുന്ന അന്തരീക്ഷവും നമുക്ക് തന്ന ഈ നല്ല പശ്ചാത്തല സൗകര്യങ്ങളും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരിക്കൽ കൂടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമയം ഒരല്പം നീണ്ടുപോയിട്ടുണ്ട്. ഉച്ചഭക്ഷണമുണ്ട്, ആരും പോകരുത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാവിലത്തെ പ്രോഗ്രാം അവസാനിക്കും. അതിനു മുമ്പ് പവർ ഓഫ് എ പെൻ പദ്ധതിയിൽ പങ്കെടുത്ത് അതിൽ വിജയികളായിട്ടുള്ള കുട്ടികൾ സ്റ്റേജിൻ്റെ ഇടതുവശത്തേക്കൊന്ന് വരേണ്ടതാണ്. അവർക്കുള്ള സമ്മാന വിതരണം ഉടനുണ്ടാവും. അത് കഴിഞ്ഞ ഉടൻ തന്നെ വിജ്ഞാന ദീപം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടാവും.